ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് അത്തമാണ് ഗൈസ്. ഇന്ന് അത്തം ഒന്നാണ്. കണ്ടോ, ഞാൻ കുളിച്ചൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ കുറേ ആയി നമ്മളിങ്ങനെ വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ഇന്ന് മുതൽ വ്ളോഗിങ്ങൊക്കെ എല്ലാ സംഭവങ്ങളും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തെടുക്കുകയാണ്. പനിയൊക്കെ മാറി, അതിൻ്റെ പ്രശ്നങ്ങൾ സൈഡായിട്ട് ഉണ്ട് കേട്ടോ. ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ഈ പ്രാവശ്യം പനി വന്നതിന് ശേഷം. ഓക്കെ, അതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്കിനി ഓണത്തിൻ്റെ ആഘോഷങ്ങളിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ ഇന്നും കൂടി ആദ്യമോനെ എക്സാം ഉണ്ട് കേട്ടോ. ഇന്ന് ലാസ്റ്റാണ്. പക്ഷെ നാളെ എന്തോ സ്കൂളിൽ പരിപാടി ഉണ്ട്. അമ്മമാരെന്തൊക്കെയോ മത്സരങ്ങളോ കാര്യങ്ങളോ ഉണ്ട്. പിറ്റേ ദിവസം ലീവാണ്. പിന്നെ അതിൻ്റെ അടുത്ത ദിവസം, അതായത് 29-ാം തീയതി സ്കൂളിൽ ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വേറെ തന്നെ വ്ളോഗ് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യമോ കുളിക്കുക. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇന്ന് അത്തമാണല്ലോ, അപ്പോൾ ഇതുപോലെ നമ്മൾ പൂവിടണമല്ലോ, അതിൻ്റെ കുറച്ച് പരിപാടിയിലേക്ക് പോവാണ്. പൂവൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല, ഫസ്റ്റ് ദിവസമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെയുള്ള പൂക്കളൊക്കെ വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് ഇടാതെ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്, സ്വാഗതം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫൈനലി ആദ്യമോൻ്റെ ലാസ്റ്റ് പരീക്ഷയ്ക്ക് പോവുകയാണ്. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ്. പത്തിരി, ചായ എല്ലാം ഉണ്ട്. ഇന്ന ദിവസം എന്താ? അത്തം പൂടണ്ടേ? ഞാൻ ചായ കുടിക്കുന്നിട്ട്. ഗൈസ്, അപ്പോൾ ആദ്യമോൻ സ്കൂളിലേക്ക് പോയിട്ടോ. 8:30 വീട്ടിൽ നിന്ന് ഇറങ്ങും. 8:45 ആകുമ്പോഴത്തേക്ക് 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വണ്ടി വരുള്ളൂ. അപ്പോൾ ആക്കം പോലെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നേരത്തെ ഇറങ്ങുന്നത്. അപ്പോൾ ഇത്രയും പൂവുകളൊക്കെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഉണ്ട്. അത് മൊത്തത്തിൽ മഞ്ഞ മാത്രമായിട്ട് പറിച്ചെടുക്കാം, ഓറഞ്ച് മാത്രമായിട്ട് പറിച്ചെടുക്കാം, എങ്ങനെ വേണമെങ്കിലും പറിച്ചെടുക്കാം. നമുക്ക് ഇതാണ്ടോ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ഒരുപാടുണ്ട്. ഈ ഓണ സമയം ആകുമ്പോഴേക്കും എന്തായാലേ എല്ലാ പൂക്കളൊക്കെ നന്നായിട്ടുണ്ടാവും. പക്ഷെ ഇത് പറിക്കാമെന്ന് പറയുന്നത് ഭയങ്കര ഒരു സങ്കടമുള്ള കാര്യമാണ്. ഇതിങ്ങനെ പറിച്ചെടുക്കുമ്പോഴേ നമ്മൾ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് അത് വാരിയിട്ടാളാണല്ലോ. ചെടിയിലാകുമ്പോൾ അത് അങ്ങനെ നിന്നോളുമല്ലോ. ഇപ്പോൾ പിന്നെ മഴയും കൂടി ഉള്ളതിനോണ്ട് നന്നായിട്ട് തന്നെ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പം മുറ്റത്ത് തന്നെ ചെമ്പരത്തീൻ്റെ മരം ഉണ്ട്, നിങ്ങൾക്ക് അറിയുണ്ടാവുമല്ലോ. ചെമ്പരത്തിന്ന് ഒരു ചെമ്പരത്തിയൊക്കെ പറിച്ചിട്ട് ഞാനിപ്പോൾ എന്താ പറയുക, ഈ സംഭവമാണ് കേട്ടോ. ഓറഞ്ച് കളറിലെ പൂവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ റൗണ്ടാക്കി വെച്ച് കൊടുക്കുക, നോർമലായിട്ട് ഇടുക. പൂക്കൾ അധികം വാങ്ങിക്കാതെ നമ്മളെ വീടിൻ്റെ ചുറ്റുമുള്ള പൂക്കളൊക്കെയാണ് ഇവിടെ അധികം ആളുകൾ യൂസ് ചെയ്യുക. പക്ഷെ നമ്മളെന്നാലും വാങ്ങിക്കും കേട്ടോ കുറച്ചൊക്കെ. പക്ഷെ മൊത്തത്തിൽ അതല്ല ഇടുക, ചുറ്റും കിട്ടുന്ന പൂക്കളും എല്ലാം കൂടി എടുത്തിട്ടൊക്കെയാണ് നമ്മൾ പൂവിടുക. പിന്നെ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ടൈൽസോ മാർബിളോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. മറ്റേ ഈ സംഭവമല്ലേ കാവി, ആ സാധനമാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പം അതിൻ്റെ കുറച്ച് ഇതൊക്കെ പോയതാണ്, അതാണ് കേട്ടോ നിലം അങ്ങനെ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ പോയിടുക. ആദ്യമോന് സ്കൂൾ പൂട്ടാറായി, എക്സാം ഇപ്പോൾ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ പൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനും കൂടി ഹെൽപ്പ് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പൂവ് ഇട്ടിട്ടുള്ളത് ഇങ്ങനെയാണ് ഗൈസ്. നടുവിലൊരു തുളസിയും ഒരു ചെമ്പരത്തിയും ഒക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പൂക്കൾ ഇഷ്ടമായോ എല്ലാവർക്കും? വലിയ രീതിയിലൊന്നുമില്ല, കുഞ്ഞതായിട്ടാണ് കേട്ടോ. കണ്ടോ? അപ്പോൾ ഒരു സെൽഫി എന്തായാലും വേണമല്ലോ നമ്മൾ പൂവിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് അത്തപ്പൂക്കളം ഇട്ട് കഴിഞ്ഞു. ആദ്യം ഒരു ഇടാൻ വേണ്ടി പറ്റില്ല കേട്ടോ, കാരണം സ്കൂളിൽ പോകാൻ സമയമായപ്പോൾ അവൻ പോയി. അപ്പം ഇനിയിപ്പോൾ ഏതായാലും അത്തപ്പൂക്കളം ഇട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് ചായ കുടിക്കാം. ഇനി അടുത്ത പരിപാടി അതാണ് കേട്ടോ. അപ്പം ഞാൻ വേഗം പോയി ചായ കുടിക്കട്ടെ ഗൈസ്. സമയം ഇപ്പോൾ 11:30 അമ്മയും അച്ഛനും ഇവിടെ ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. മോനെ സ്കൂളിൽ പോയതാണ്. അപ്പോൾ ഓൾറെഡി ചോറ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കറി ഉണ്ടാക്കാം. വലിയ ടാസ്ക് ഫുള്ളൊന്നുമല്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന എന്തെങ്കിലും വെക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പരിപ്പ് ഓൾറെഡി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പച്ചക്കായ, തക്കാളി, ഈ വക സാധനങ്ങളൊക്കെ എടുത്തിട്ട് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം. എനിക്ക് നമ്മളെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് അല്ലേ, അത് ഉണ്ടാക്കാനുണ്ട്. അതുണ്ടാക്കി കുടിക്കണം. ഞാനിപ്പോഴും അതൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നിങ്ങളൊക്കെ അത് ചെയ്യുന്നുണ്ടോ? വലിയ കാര്യത്തിന് നമ്മളെ എന്താ പറയുക, മെയിൻ ചാനലില്ലേ, അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരോടും. ആരൊക്കെ കഴിക്കുന്നുണ്ട്, ഞാനിപ്പോഴും ചെയ്യുന്നുണ്ട് കേട്ടോ.
ബീട്രൂട്ട് മാത്രം ജ്യൂസ് ആക്കി കഴിക്കും, അരിക്കാതെ. പിന്നെ ബീട്രൂട്ടും ക്യാരറ്റും കൂടി മിക്സ് ചെയ്തിട്ട് അതും കഴിക്കും, അരിക്കാതെ. ABC ജ്യൂസ്, നെല്ലിക്ക. ഞാനിപ്പോഴും സ്റ്റിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഏതായാലും കറി വെക്കട്ടെ കേട്ടോ. നോക്കട്ടെ തേങ്ങ അരച്ചതുണ്ടോ എന്നുള്ളത് അറിയില്ല. ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഉച്ചക്കത്തേക്കുള്ള പരിപാടികൾ കംപ്ലീറ്റ് ആക്കാം. സമയം 11:35 12 വരെ മോനെ എക്സാം. 12:30 ആകുമ്പോഴത്തേക്ക് അവൻ ഇവിടെ എത്തും. അപ്പോഴേക്ക് ചോറൊക്കെ ആണ്. ചിലപ്പോൾ അവിടുന്ന് ചോറ് കഴിച്ചിട്ടേക്കും വരാം സ്കൂളിൽ നിന്ന്, ചിലപ്പോൾ കഴിക്കാതെ വരും. എന്തായാലും ഗാന ഉണ്ടാക്കണമല്ലോ, അപ്പം ഞാൻ ഉണ്ടാക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ തട്ടിക്കൂട്ട് കറി പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തെടുക്കാം. പരിപ്പ്, തക്കാളി, പച്ചക്കായ അങ്ങനെ കാണുന്നത് പോലെ തന്നെ തേങ്ങ അരച്ചതില്ല കേട്ടോ. അപ്പോൾ തേങ്ങ ചിരവിയിട്ട് അരച്ചൊക്കെ നമുക്ക് സെറ്റാക്കി വെക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. എന്താ പറയുക, ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരുപാട് സാധനങ്ങൾ വേണമെന്നൊന്നുമില്ല. കുറച്ച് ചമ്മന്തി, അല്ലെങ്കിൽ ഒരിത്തിരി മോര്, അല്ലെങ്കിൽ ഒരിത്തിരി തൈര്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതൊക്കെ വെച്ചിട്ട് ഫുഡ് കഴിക്കുന്ന ആളുകളാണ്. അങ്ങനെ നോൺ വെജ് ഐറ്റംസ് വേണമെന്നൊന്നുമില്ല, ഉണ്ടെങ്കിൽ കഴിക്കും, വാങ്ങിക്കണം തോന്നിയാൽ വാങ്ങിക്കും. അധികവും ഇവിടെ പച്ചക്കറി തന്നെയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡെയിലി പച്ചക്കറി തന്നെയാണ്. മീൻ വേണമെന്നോ അങ്ങനെയൊന്നും നിർബന്ധമില്ല, അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ തീരെ വാങ്ങിക്കില്ല എന്നല്ല കേട്ടോ, വാങ്ങിക്കും, വല്ലപ്പോഴുമൊക്കെ വാങ്ങിക്കും. അധികവും ഇതൊക്കെ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. കാരണം വെച്ചാൽ അമ്മ ഇവിടെ നോൺ വെജ് ഒന്നും കഴിക്കില്ല, മീൻ, മുട്ട അങ്ങനത്തെ ഒരു സംഭവം കഴിക്കില്ല, പച്ചക്കറി തന്നെയാണ്. അപ്പോൾ നമുക്ക് വേറെ വാങ്ങിക്കുമ്പോൾ വേറെ വെക്കണം എന്നുള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. അങ്ങനെയൊക്കെ തന്നെ, അങ്ങനെയൊക്കെ പോയാൽ മതി. ഗൈസ്, ഇന്ന് 3ാമത്തെ എന്താ പറയുക ഓണാണ് കേട്ടോ. ഇന്നലെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. ഇന്നലെ കുറേ ഓട്ടത്തിലും കുറേ സ്ഥലങ്ങളിൽ പോവുകയും അതിൻ്റെയൊക്കെ തിരക്കിലായിപ്പോയി. ഇപ്പോൾ ഇവിടെ മഴ പെയ്യുന്നുണ്ട്. ഓണത്തിൻ്റെ സമയത്ത് മഴ ഉണ്ടാകില്ല എന്ന് വിചാരിക്കുന്നു. ഇപ്പം മഴ പെയ്ത് അങ്ങ് പൊക്കോട്ടല്ലേ, നമുക്ക് ഓണം അടിച്ചു പൊളിക്കാം. നാളെ ആദിമോൻ്റെ സ്കൂളിൽ ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്കൂളിലേക്ക് ഓണം സെലിബ്രേഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകണമല്ലോ. അപ്പം ഞാൻ അവിയൽ ഉണ്ടാക്കാനാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇന്നലെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റാഞ്ഞത് കുറേ സ്ഥലത്ത് പോകാണ്ടായിരുന്നു. പിന്നെ വീഡിയോ എടുക്കാനും പറ്റില്ലായിരുന്നു കേട്ടോ, നല്ല മഴയായിരുന്നു ഇവിടെ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാനും പറ്റിയില്ല. അപ്പോൾ ഇത് 3ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് അച്ഛൻ പുറത്ത് പോയിട്ടുണ്ട് അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടോ. അപ്പോൾ അതും പിന്നെ അല്ലറ ചില്ലറ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അതൊക്കെ കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ഈ വ്ളോഗ് എന്താ പറയുക കണ്ടിന്യൂ ചെയ്ത് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ ഇപ്പം മഴ പെയ്യുന്നുണ്ട് സ്റ്റില്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി നമ്മളിപ്പോൾ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞു കേട്ടോ. ചായ കുടിച്ച് കഴിഞ്ഞു, അലക്കി, അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. പക്ഷേ അപ്പോൾ മഴ പെയ്തതിനോടൊക്കെ എടുത്ത് പുറത്തേക്ക് അങ്ങോട്ട് അകത്തേക്ക് കൊണ്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോവാം, കണ്ടിന്യൂ ചെയ്ത് പോകാം. അച്ഛൻ വന്നിട്ടില്ല, വന്നിട്ട് ഇന്നെന്തായാലും എല്ലാം സെറ്റാക്കി വെക്കണം. അരിഞ്ഞ് മുറിച്ചൊക്കെ സെറ്റാക്കി വെക്കണം. എൻ്റെ ലൈറ്റ് ഓഫ് ആയി ഗൈസ്. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ അരിഞ്ഞ് മുറിച്ചൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ഞാൻ നാളെ മഴ പെയ്യാഞ്ഞാൽ മതിയിരുന്നു എന്നാട്ടോ വിചാരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ വേഷ്ടി മുണ്ടില്ലേ അത് ഉടുക്കാന്നാണ്, സെറ്റും മുണ്ടെന്ന് അറിയില്ലേ, അത് ഉടുക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പം മഴയാണെങ്കിൽ ഒരു മൂടുണ്ടാകുമല്ലോ ഉടുക്കാൻ വേണ്ടിയിട്ട് ഗൈസ്. അപ്പോൾ നാളെ മഴ പെയ്യാഞ്ഞാൽ മതിയായിരുന്നു എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും ഇന്ന് നമുക്ക് സെറ്റാക്കി വെക്കണം. എല്ലാ കാര്യങ്ങളും അരിഞ്ഞ് മുറിച്ചൊക്കെ സെറ്റാക്കി വെക്കണം. സെറ്റ് സാരി അല്ല, സെറ്റും മുണ്ടും ആ സെറ്റാക്കി വെക്കണം. ആദ്യമോന് നല്ല ഏതെങ്കിലും ഒരു മുണ്ടൊക്കെ എടുത്ത് സെറ്റാക്കി വെക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ പെട്ടെന്ന് തന്നെ കണ്ടിന്യൂ അങ്ങോട്ട് പോവാം കേട്ടോ. അപ്പം ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഞാൻ അവിടെ വരുമ്പോൾ കുറച്ചൊക്കെ എടുക്കാം വീഡിയോ. ഓക്കെ, സെറ്റ് ഗൈസ്. നമുക്ക് അവിയൽ വെക്കാനുള്ള സാധനങ്ങളൊക്കെ അച്ഛൻ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിയലിനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് മുറിച്ച് വെക്കണം. അതിനിടയ്ക്ക് ഞാനൊന്ന് പോയി കുളിച്ചു കേട്ടോ. നമുക്ക് വിളക്കൊക്കെ കത്തിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് ഒക്കെ ഒന്ന് സെറ്റായതിന് ശേഷം നമുക്ക് പരിപാടിയിലേക്ക് കടക്കണം. തേങ്ങ ചിരകി വെക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. കഷ്ണങ്ങൾ മുറിച്ച് വെക്കാനുണ്ട്, അതൊക്കെ ചെയ്യണം.
വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചായ കുടിക്കണം കേട്ടോ. ചായ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ആ പരിപാടിയിലേക്ക് ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം കുറച്ച് ക്വാണ്ടിറ്റിയിലല്ല, ഒരു ക്ലാസ്സിലെ കുട്ടി ഒരു ഐറ്റം ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടോ അത്രയും ആളുകൾക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഓരോരുത്തരും സെപ്പറേറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞത് അവയിലാണ്. ഞാൻ ഉണ്ടാക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഐറ്റം വാങ്ങിക്കാമെന്ന് വിചാരിച്ചിരുന്നു ഗൈസ്. പക്ഷേ ഞാൻ ആലോചിച്ച് ചിന്തിച്ച് വരുമ്പോഴേക്കും ഉണ്ടാക്കാതെ വാങ്ങിക്കാൻ വേണ്ടി പറ്റുന്ന സാധനങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞു പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും വേണ്ടിയില്ല, നമ്മുടെ കൈപുണ്യം എല്ലാവരും അറിഞ്ഞോട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ അവിയൽ വെക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവിയലിലുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ഇതെടുത്തൊക്കെ വെച്ചിട്ടുള്ളത്. തേങ്ങയൊക്കെ ചെറിയ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് അരിഞ്ഞ് മുറിച്ച് സെറ്റാക്കി എടുത്ത് മാറ്റി വെക്കണം കേട്ടോ. രാവിലെ പിന്നെ ഉണ്ടാക്കിയാൽ മതിയല്ലോ അതൊക്കെ ഒന്ന് അരിഞ്ഞൊക്കെ വെച്ചാൽ. ഇല്ലെങ്കിൽ എല്ലാം കൂടെ നടക്കില്ല. കാരണം രാവിലെ എണീറ്റിട്ട് നമുക്ക് പൂവ് ഇടാനൊക്കെ ഇല്ലേ. പിന്നെ അതുമല്ല ആദ്യമോൻ നേരത്തെ പോകും, അവന് വണ്ടി ഉണ്ടല്ലോ, വണ്ടിയിൽ പോകും. പിന്നെ ഈ സാധനമൊക്കെ കൊണ്ടിട്ട് നമുക്കും പോകണം. അറിയാമല്ലോ നമ്മുടെ ഇവിടെ ബസ്സിൻ്റെ പ്രശ്നമുള്ളത് കാരണം കറക്റ്റ് ടൈമിൽ ചെന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ബസ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ രാവിലെ എല്ലാ പണിയും കൂടി ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ എന്താകും, സംഗതി പണി പാളും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നേ തുടങ്ങണം. എന്ത് കാര്യവും നമ്മൾ നാളെ മുതൽ ചെയ്യാം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ പോലും ഇന്നേ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. നാളെ നീളെ നീളതാണ്, മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ ഏതായാലും ആ നിർത്തലങ്ങോട്ട് പറഞ്ഞ് ആ സംഭവങ്ങളൊക്കെ അങ്ങോട്ട് നിർത്തിയിട്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ചോറും സാമ്പാറും സ്കൂളിൻ്റെ വകയാണ്. അത് സ്കൂളിൻ്റെ വകയാണ്. പിന്നെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഓരോ ക്ലാസ്സിലെ കുട്ടികളാണ് ഉണ്ടാക്കി കൊണ്ടുവരേണ്ടത്. അതേതായാലും നല്ലൊരു കോൺസെപ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം എന്താ പറയുക, എല്ലാവർക്കും ഓരോരോ ക്ലാസ്സിലെ കുട്ടികൾക്ക് അവിടുന്ന് തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അതേതായാലും നല്ല കാര്യമാണ്. ഒരു തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് നാളെ ആദ്യമോന് ഉടുക്കാനുള്ള മുണ്ടാണ്. കറുപ്പ് ഷർട്ടും വെള്ള ഈ ചന്ദന കളർ കസവിൻ്റെ മുണ്ടുമാണ് ആൾ നാളെ ഉടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഏതായാലും അവൻ്റെ മുണ്ടും ഷർട്ടും ഒക്കെ അയൺ ചെയ്ത് വെക്കുകയാണ്. അതേപോലെ തന്നെ ഞാൻ നാളെ ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത് വേഷ്ടിയും മുണ്ടും ആണ്. അമ്മ ഈ സാരിയാണ് കേട്ടോ അയൺ ചെയ്ത് വെക്കുന്നത്. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഡേ 2 ആണ് കേട്ടോ, പാർട്ട് 2 വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. മാറ്റിയിട്ടില്ല, ചായ കുടിക്കണം, പൂവിടാനുണ്ട്, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം സ്കൂളിലേക്ക് പോകണമെങ്കിൽ. ആക്ച്വലി ഇപ്പോൾ ഇവിടെ മഴ ഇല്ല. മഴ പെയ്യുകയാണെങ്കിൽ ഞാൻ സെറ്റ് സാരിയാണ്, സെറ്റും കൊണ്ടാണ് എടുക്കാൻ വേണ്ടി പോകണം. അത് ഞാൻ ഉടുക്കില്ല കേട്ടോ ജസ്റ്റ്. അപ്പോൾ മഴ പെയ്യാത്തത് കാരണം സെറ്റും കൊണ്ട് ഉടുക്കാമെന്ന് വിചാരിക്കുകയാണ്. മഴ പെയ്യുകയാണെങ്കിൽ ഞാൻ ഉടുക്കില്ല, നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ തൽക്കാലം പൂവിടാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. ചായ കുടിക്കട്ടെ, ഈ ഗ്ലാസ് കട്ടൻ അടിക്കണം, എന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കാനുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. ആക്ച്വലി നമ്മൾ അവൈലബിളായിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ ഗൈസ്, ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പല്ല് തേച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിതാ ഷുഗർ കട്ടായത് കാരണം മധുരമില്ലാത്ത കട്ടൻ ചായ ഒക്കെ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ അരിഞ്ഞ് മുറിച്ച് തേങ്ങയൊക്കെ ചിരകിക്ക് സെറ്റാക്കി വെച്ചിട്ടില്ലേ, അപ്പോൾ തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇതേപോലെ കഷ്ണങ്ങളൊക്കെ വേവിച്ച് അതിലേക്ക് ചേർത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ പരിപാടികളൊക്കെ തകൃതിയായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പൂവ് ഇടാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെന്താണ്, രാവിലത്തെ ചായക്കുള്ളത് ഉണ്ടാക്കാനുണ്ട്. അങ്ങനത്തെ കുറേ പരിപാടികൾ ചെയ്യാനുണ്ട്. അപ്പോൾ അവിയൽ ഇവിടെ സെറ്റായിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാ ഗൈസ്, കാണുന്നുണ്ടോ? അവിയലായിരിക്കുന്നു. ബാക്കിൽ അമ്മ വെള്ളം കൊണ്ടുവരും. അവിയൽ സെറ്റായി ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ പൂവിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ കുറച്ച് പൂവൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ചാണ് കേട്ടോ എടുക്കുന്നത്. ഇതൊക്കെ വെച്ചിട്ട് നമുക്കിന്ന് പൂവിടാം. പിന്നെ കുറച്ച് ഇവിടെ ഉള്ളതും കൂടി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ പൂവൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി വെക്കട്ടെ കേട്ടോ. ഇത് പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ടുണ്ടെങ്കിലേ ബാക്കിയുള്ള പരിപാടിയിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അവിയലിൻ്റെ കാര്യങ്ങളൊക്കെ ആയി, ഇനി പൂവ് അരിഞ്ഞൊക്കെ സെറ്റാക്കി വെക്കണം. അപ്പോൾ പിന്നെ ആദ്യമോന് കുളിക്കാൻ പോവുക, ഡ്രസ്സ് മാറ്റുക, ചായ കുടിപ്പിക്കുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെ വേറെ തന്നെ കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞിട്ട് വേണം എന്താ പറയുക, ഞങ്ങൾക്ക് പോകാനുള്ള കാര്യങ്ങളും റെഡിയാക്കാൻ വേണ്ടിയിട്ട്. പൂവൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഒരു പരിപാടി ഉണ്ടല്ലോ,
ഫോട്ടോഷൂട്ട് എന്ന് പറയുന്നത്, അതും ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈസി ആയിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് പൂവ്. അപ്പോൾ ആദ്യമോൻ ഏതായാലും കുളിച്ച് സെറ്റായി, മുണ്ടൊക്കെ എടുത്ത് കറുപ്പ് ഷർട്ടും ഒക്കെ ഇട്ട് വാച്ചൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. മുടിയൊക്കെ നന്നായിട്ടൊന്ന് ഉണങ്ങാനുണ്ട് കേട്ടോ. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഉപ്പുമാവാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയത്. ഇവിടെ തകർത്ത ഫോട്ടോഷൂട്ടിലാണ് ഗൈസ്. ഏത് മൂട്? ഓണം മൂട് കണ്ടോ. സെറ്റായി, മുണ്ടെടുത്ത് ഷർട്ടിട്ട് സെറ്റായി. അതിന് കഴിഞ്ഞ ഏകദേശം പോവാണ്. വണ്ടിയുണ്ട്, ഇനി ഞാനും ഒരുങ്ങണം. നടന്നോ, കഴിഞ്ഞു. ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആയോ, സമയമായോ? ആയിക്കൊണ്ടിരിക്കുന്ന സമയം. അപ്പം അവിടെ ചായ കുടിക്കട്ടെ ഗൈസ്, ചായ കുടിക്കട്ടെ. അപ്പോൾ ഗൈസ് ആദ്യമോ പോയിട്ടോ സ്കൂളിൽ. അപ്പോൾ ഞാൻ ഏതായാലും മാറ്റാൻ വേണ്ടി പോവാണ്. ഞാൻ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോകാനുള്ള സമയമാകുമ്പോഴത്തേക്ക് സെറ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ മാറ്റാൻ വേണ്ടി പോവാണ്. മാറ്റി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ വേഗം റെഡി ആവട്ടെ ഗൈസ്. അപ്പോൾ ഞാനിതാ ഇങ്ങനെയാണ് കേട്ടോ റെഡി ആയിട്ടുള്ളത്. അമ്മേനെ ഞാൻ വേഷ്ടിയും മുണ്ടി ഉടുപ്പിച്ചു ഗൈസ്, സാരി മാറ്റിപ്പിച്ചു. അങ്ങനെ നമുക്ക് അവിടുന്ന് ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓട്ടോയിൽ കയറി നേരെ അമ്മേൻ്റെ വീട്ടിൽ വന്നിട്ട് അവിടെ അവിയൽ കുറച്ച് കൊടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ സ്കൂളിലേക്ക് പോയത് കേട്ടോ. മക്കൾ പൂവൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നടക്കുന്നത് ഫോട്ടോഷൂട്ടാണ്. എല്ലാവരും കൂടെ നിന്നിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ വളരെ കുറവായിരുന്നു. ഞങ്ങളൊരു 3-4 ആളുകൾ മാത്രമേ ഈ ക്ലാസ്സിൽ നിന്ന് ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അമ്മേനെയും കൂട്ടിയിട്ടാണ് പോയത്. പിന്നെ ഉച്ചയ്ക്ക് മക്കൾക്ക് ചോറൊക്കെ കൊടുത്തു. എല്ലാവരും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായതുകൊണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അത് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് പറയുന്ന ഒരു സംഭവമല്ലേ, അതുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും വീട്ടിലെ രുചികളും അറിയാൻ വേണ്ടി പറ്റുമല്ലോ. എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ആ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടോ ആ കുട്ടികൾക്ക് അനുസരിച്ച് ഓരോരുത്തർ എന്താണോ കൊണ്ടുവരാൻ പറ്റുന്നത് അതിനനുസരിച്ച് കൊണ്ടുവരാൻ എന്നുള്ളത്. ചോറും സാമ്പാറും സ്കൂളിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിയലാണ് വെച്ചത്. അങ്ങനെ ഭക്ഷണമൊക്കെ മക്കളൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇരുന്നു. ടീച്ചറും പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഞങ്ങളും ഭക്ഷണം കഴിച്ചു കേട്ടോ. പിന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായിരുന്നു, പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസ് കളിക്കുക, എൻജോയ് ചെയ്യുക എന്നുള്ള പരിപാടി ഇരുന്നു കേട്ടോ. ടീച്ചറാണ് അപ്പുറത്തിരിക്കുന്നത്, പച്ച ബ്ലൗസ്. പിന്നെ ബാക്കിയുള്ള ഞങ്ങളെല്ലാവരും ഇത്ര ആളുകളേ ഉള്ളായിരുന്നു, ബാക്കി ആരും വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കണ്ടോ നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ടുള്ള DJ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ടീച്ചേഴ്സും കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു. 7th വരെയുള്ള ഒരു ചെറിയൊരു സ്കൂളാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് മക്കളെ ആ സാരി ഉടുത്ത് ധാവണി 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ സാരി ഉടുത്തിട്ടൊക്കെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലമാണ് കേസ് ആലോചിച്ചത്. ഞാൻ ആദ്യമായിട്ട് വേഷ്ടിയും മുണ്ടെടുത്തത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ്. അതും എൻ്റെ വല്യമ്മേൻ്റെ സെറ്റും മുണ്ടും എടുത്തിട്ട് വല്യമ്മേൻ്റെ ബ്ലൗസ് തന്നെ ചെറുതാക്കി തയ്പ്പിച്ച് ഷെയ്പ്പ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്താ 7ാം ക്ലാസ് ആയാലും 8ാം ക്ലാസ് ആയാലും സ്വന്തമായിട്ട് സാരി ബ്ലൗസോ, എൻ്റെ ടൈമിലൊന്നും എനിക്ക് അങ്ങനെ ചിന്തിക്കാനേ വയ്യായിരുന്നു. പറഞ്ഞാൽ പോലും കിട്ടാനുള്ള ചാൻസ് ഇല്ലായിരുന്നു ഗൈസ്. എന്തായാലും കാലം മാറുന്നതനുസരിച്ച് ആളുകൾ മാറും, കോലം മാറുന്നതാണല്ലോ, അതേമാതിരിയാണല്ലോ അല്ലേ. പക്ഷേ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ സാരി കൊടുത്ത് വന്നിട്ട് ടീച്ചേഴ്സ് ഏതാണ് കുട്ടികളോ ഏതാണെന്ന് മനസ്സിലാവണില്ല. അത്രയ്ക്ക് ഹൈറ്റും ഒരു മെച്യൂരിറ്റിയൊക്കെ തോന്നുമല്ലോ, അങ്ങനെ ഒരു സംഭവം. ഞാനൊക്കെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പട്ടുപാവാടി ബ്ലൗസ് ഇട്ടിട്ടാണ് ഗൈസ് ഓണാഘോഷത്തിന് പോയത്. ഇപ്പോഴത്തെ മക്കളൊക്കെ സാരിയാണ് ഉടുക്കുന്നത്. എന്തായാലും ഓണാഘോഷം അടിപൊളിയായിട്ട് തമിർത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് എല്ലാവരും കൂടെ. പിന്നെ നമുക്ക് മോന് വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ വണ്ടിക്കാരനോട് പറഞ്ഞു വേണ്ട ഞങ്ങൾ വീട്ടിലേക്ക് പോകാനെന്ന്. ഇത് കുറച്ച് അമ്മമാരും കുട്ടികളും കൂടി ഡാൻസ് കളിക്കുന്നത്. ആ പച്ച സാരി ഇല്ലേ, അത് കുട്ടിയാണ്, 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതായാലും മോനെ വണ്ടിയിൽ വിട്ടിട്ടില്ല. ഞങ്ങൾ വീണ്ടും അമ്മേൻ്റെ വീട്ടിലേക്ക് തന്നെ പോയി. അവിടുന്ന് പാത്രം എടുക്കാറില്ലേ, നമ്മൾ അവിയൽ കൊണ്ടുവന്ന പാത്രം, അതെടുത്തിട്ടാണ് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോയത് കേട്ടോ. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലും അതേപോലെ തന്നെ നമ്മുടെ മെയിൻ ചാനലിലെ ലേഡി ബോസ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിൽ ഒരുപാട് ഹെൽത്ത് കെയർ, സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ട് അൺബോക്സിങ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും നമുക്ക് വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.